നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബ്രെയിനിന്റെ രാസപ്രവർത്തനത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും തന്നെ ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അനുയോജ്യമായ ഒരു സമയം തിരഞ്ഞെടുത്ത് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നമ്മൾ ഈ മെഡിറ്റേഷൻ നമ്മുടേതായ ഒരു യുണീക്ക് രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് നമുക്കതിനെ ഒന്ന് സയന്റിഫിക്കലി ഒന്ന് നോക്കാം. അതായത് ഒരു ഇലക്ട്രോ എൻസഫലോഗ്രഫി അല്ലെങ്കിൽ EEG അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ MRI അല്ലെങ്കിൽ ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ബ്രെയിൻ സ്കാനിങ് ടെക്നിക്സ് ആണ് ഇവ രണ്ടും. ഇത് കണ്ടക്ട് ചെയ്തത് വഴി ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങൾ മെഡിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ദ വേവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന വേവ്സ് ആണ് ആൽഫ വേവ്സ്. നമ്മൾ തിങ്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആക്റ്റീവ് ആയിരിക്കുന്നതാണ് ആൽഫ വേവ്സ്. ഈ ആൽഫ വേവ്സ് പിന്നീട് ബീറ്റ വേവ്സ് ആയിട്ട് മാറുകയും അത് നമുക്ക് കാം ആൻഡ് റിലാക്സ്ഡ് സ്റ്റേജസ് ഓഫ് തിങ്കിങ്ങിൽ നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ ബീറ്റ വേവ്സ്. അത് പിന്നീട് തേറ്റ വേവ്സിലേക്ക് മാറുകയും ചെയ്യുന്നു. തേറ്റ വേവ്സ് എന്ന് പറയുന്നത് ഡീപ്പ് റിലാക്സ്ഡ് സ്റ്റേജസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻസിന്റെ വേവ്സ് ആണ്. ഇങ്ങനെ ഒരു വേവ്സിന്റെ വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുവഴി എന്താണ് നമ്മുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ബ്രെയിനിൽ സംഭവിക്കുന്നത്? നമ്മുടെ തിങ്കിങ്, റീസണിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ബ്രെയിനെ സഹായിക്കുന്നത്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ ഗ്രേ മാറ്ററുകൾ കൂടി വരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴിയായിട്ട് ഗ്രേ മാറ്റർ കൂടുതലായിട്ട് വരികയും നമ്മുടെ തിങ്കിങ്ങിന് കൂടുതൽ ക്ലാരിറ്റി കടന്നു വരികയും ഒക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് തെളിവുകളുണ്ട്. ഈ ഒരു ഇലക്ട്രോഎൻസെഫലിക് ഇതുവരെയും അല്ലെങ്കിൽ ഫങ്ഷണൽ MRI കണ്ടക്ട് ചെയ്യുന്നത് വഴിയും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ, അതായത് അമിഗ്ദല, അതാണ് നമ്മുടെ ഫിയർ സെന്റർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അതൊരു ആൽമോണ്ട് ഷേപ്ഡ് ഏരിയയാണ്. ഈ ഏരിയയിൽ മെയിൻ ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് സഡൻ ട്രിഗറിങ് ഓഫ് ഇമോഷൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ഫിയർ തോട്ട് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അതൊരു ഇമോഷനായിട്ട് നമ്മുടെ അമിഗ്ദല ട്രിഗർ ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി വരികയും ഒരു പാനിക് നമ്മളാവുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാം നമ്മൾ നോർമലി തിങ്കിങ് ആണെങ്കിൽ. പക്ഷെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളിൽ അമിഗ്ദല ശൃംഖായിട്ട് ഇങ്ങനെയുള്ള ചിന്തകൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഫിയർ, ആൻസൈറ്റി, സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് ഒക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ ഹിപ്പോ ക്യാമ്പസ് ഏരിയ, നമ്മുടെ ബ്രെയിൻ നമ്മുടെ ലേണിംഗ് അല്ലെങ്കിൽ മെമ്മറി കൺസോളിഡേഷൻ, നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്ത് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ആ ഒരു ഏരിയയാണ് ഹിപ്പോ ക്യാമ്പസ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ മെമ്മറി പ്രോസസ്സിംഗ് നല്ല രീതിയിൽ നല്ലൊരു ഫിൽട്ടറിങ്ങോട് കൂടി തന്നെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള മെമ്മറിയിലെ ഷാർപ്പ് ഫോക്കസോട് കൂടി നമുക്ക് വിഹരിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ ഇവിടെ ഹിപ്പോ ക്യാമ്പൽ ഏരിയയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ വലിയൊരു മാറ്റങ്ങൾ മെഡിറ്റേഷൻ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഇൻസുല ഏരിയയിൽ ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ഡോപ്പമൈൻ പ്രൊഡക്ഷൻ, പ്ലഷർ റിവാർഡ്, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. അത് കൂടുതൽ പ്രൊഡ്യൂസ് ആവുകയും അതോടൊപ്പം തന്നെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അതോടൊപ്പം തന്നെ ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അത് ആൻസൈറ്റി റെഗുലേറ്റർ ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അങ്ങനെ നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ അനുഭവപ്പെടുകയും നമ്മുടെ മൈൻഡ് തന്നെ ഒരു മൈൻഡ് വാണ്ടറിങ്ങിൽ നിന്ന് ആ ഒരു DMN സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരികയും ഒരു മൈൻഡ് വാണ്ടറിങ്ങിൽ നിന്ന് ഒരു മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഒരു 8 വീക്സ് അല്ലെങ്കിൽ 9 വീക്സ് കണ്ടിന്യൂസ്ലി മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു
ഒരു ഷാർപ്പ് ഫോക്കസിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടന്നു വരുന്ന ആ ഒരു അനുഭവം, ഒരു ബ്രെയിൻ ചേഞ്ചസ് നമുക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നതായിട്ട് സ്റ്റഡീസ്, ന്യൂറോ സയന്റിസ്റ്റ് സ്റ്റഡീസുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടക്സിലുള്ള ഏരിയയായ മീ സെന്റർ, ഇതാണ് കൂടുതൽ സെൽഫ് റെഫറൻഷ്യൽ തോട്ട്സ്, കൂടുതൽ ഈഗോ സെന്റേഡ് ആയിട്ട്, ഞാൻ സെന്റേഡ് ആയിട്ടുള്ള കുറെ തോട്ടുകൾ നമുക്ക് ഉണ്ടാവുകയും അതിന്റെ ഒബ്സഷൻസ് കാരണം കൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു ക്ലാരിറ്റി ഇൻ തിങ്കിങ് വരാത്തൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. സെൽഫ് റെഫറൻഷ്യൽ, നമ്മൾ തന്നെ കൂടുതൽ ഓവർ തിങ്കിങ് ആവുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഏരിയ. അത് ഒരു ഈ മിഡ് ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ അമിഗ്ദലയായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അമിഗ്ദല അവിടെ ഈ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഒരു ആൻസൈറ്റി, ഒരു സ്ട്രെസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മീ സെന്ററിന് മാറ്റം വരികയും സെൽഫ് റെഫറൻഷ്യൽ തോട്ട്സിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ കൂടുതൽ മുക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും ഇത് കടന്നു വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത് വഴിയായിട്ട് നമ്മുടെ ബ്രെയിൻ കടന്നു വരുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലേക്ക്, ഒരു ഷാർപ്പ് ഫോക്കസിലേക്ക് നമുക്ക് കണ്ടിന്യൂസ് മെഡിറ്റേഷനിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഒരു മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ബ്രെയിനിൽ ഫീൽ ചെയ്ത്. അപ്പൊ ഇത് നമുക്ക് മൊത്തത്തിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി, ഈവൻ നമുക്ക് പറയാം ഒരു സ്പിരിച്വൽ മാറ്റം നമ്മളിൽ അനുഭവപ്പെടുന്നതായിട്ട്, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ അനുഭവപ്പെടുന്നതായിട്ട് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് എന്ന് പറയാം, ഒരു ശ്വാസോച്ഛ്വാസം എടുക്കുന്നതിലൂടെയും അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴി നമ്മുടെ തോട്ട്സിനെ എല്ലാം എന്താ പറയാ, അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സിനെ എല്ലാം കളഞ്ഞ് നമ്മുടെ മനസ്സിനെ കൂടുതൽ ഷാർപ്പ് ഫോക്കസ്ഡ് ആക്കി കൂടുതൽ ഹെൽത്തി ആവാനും നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടുതൽ ഫോക്കസോട് കൂടിയും എമ്പതി ഉള്ള ആളുകളായിട്ട്, കൂടുതൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളർത്തുന്ന ആളുകളായിട്ട് നമുക്ക് ഒരു തലത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ ആ ഒരു സ്കിൽസ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനുള്ള സ്കില്ലും മറ്റുള്ളവരോട് നല്ല രീതിയിൽ കൂടുതൽ നെഗറ്റീവ് ഇമോഷൻസ് ഒഴിവാക്കി പ്രവർത്തിക്കാനുള്ള സ്കില്ലും കൂട്ടിക്കൊണ്ടുവന്ന് നല്ലൊരു വ്യക്തിത്വത്തിലൂടെ നമുക്ക് മെഡിറ്റേഷനിലൂടെ കടന്നു വരാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.